ബെഹനാനാണ് ചാലക്കുടിയിലെ UDFന്റെ സ്ഥാനാർത്ഥി. ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരുമ്പാവൂരുകാരനാണ് ബെന്നി ബെഹനാൻ. ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി അറിയപ്പെടുന്ന ബെന്നി ബെഹനാൻ UDF കൺവീനർ ആയിരിക്കെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അവസാന നിമിഷമായിരുന്നു ബെന്നി ബെഹനാന്റെ രംഗപ്രവേശം. ഇതിനുശേഷം പക്ഷേ മികച്ച പ്രചരണം പുറത്തെടുത്തെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലുമായി. പിന്നീട് സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് UDF പ്രചാരണം നടത്തിയത്. ഇന്നസെന്റിന് ഈസി വാക്ക് ഓവർ എന്ന തോന്നലിൽ നിന്നാണ് വമ്പൻ അട്ടിമറി നടത്തി ബെഹനാൻ സീറ്റ് തിരിച്ചു പിടിച്ചതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടത്. മണ്ഡലത്തിലെ നിറസാന്നിധ്യം തന്നെയാണ് ബെന്നി ബെഹനാന് ഇത്തവണയും മുതൽക്കൂട്ടാവുക. മുകുന്ദപുരമായിരുന്ന കാലം മുതൽക്കേ തങ്ങളുടെ മണ്ഡലമാണ് ചാലക്കുടി എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസുകാർ. ചൂളം ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാര്യം ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഐതിഹാസിക പോരാട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച ത്യാഗം, പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. ഇന്ന് മോഡി ഇന്ത്യയെ മറ്റൊരു റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന മോഡിയുടെ ഫാസിസ്റ്റ് സമീപനത്തിനെ ചെറുക്കാൻ ഏത് ചൂടിലും ഏത് തണുപ്പിലും സജീവമായി പോരാട്ടം നടത്താനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് ഞങ്ങൾക്കുള്ളത്. മണ്ഡലത്തിലെ നിറസാന്നിധ്യം തന്നെയാണ് ബെന്നി ബെഹനാൻ. ഓരോരുത്തരെയും ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാമെന്ന് അദ്ദേഹം എപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുമുണ്ട്. എന്താണ് ഇപ്പോൾ UDFന്റെ കണക്കുകൂട്ടൽ എന്ന് നോക്കാം. ലേബി സജീന്ദ്രനുണ്ട്. ലേബി, ബെന്നി ബെഹനാൻ പറഞ്ഞതുപോലെ ചൂടും തണുപ്പും ഒന്നൊരു വിഷയമല്ല. കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്ത്, ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ വിരുദ്ധ വികാരം, ഇതൊക്കെ തന്നെയായിരിക്കും പ്രതിഫലിക്കുക എന്ന് തന്നെയാണ് ബെന്നി ബെഹനാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എവിടം വരെയായി? വിനിത, തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഊർജിതമായി രണ്ടാം ഘട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറയേണ്ട ഒരു കാര്യം, UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉറച്ച സീറ്റുകളിലൊന്നായി കരുതുന്നതാണ് ചാലക്കുടി. അതിന് കാരണം ഏറ്റവും പ്രധാനമായി ഈ മണ്ഡലം പൊതുവെ UDFനോട് അനുകൂലപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണ്. 57-ൽ മുകുന്ദപുരം രൂപപ്പെട്ടതിന് ശേഷം 2009-ലെ തെരഞ്ഞെടുപ്പിൽ വരെ കൂടുതൽ തവണയും ഇവിടെ UDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. K. കരുണാകരൻ അടക്കമുള്ള അധികായന്മാരൊക്കെ ജയിച്ചു കയറിയ മണ്ഡലമാണ്. ഇടയ്ക്ക് മാറി മാറി LDF വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത് പൊതുവെ UDFന് അനുകൂലമായിട്ടാണ് മുകുന്ദപുരം മണ്ഡലത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ സമീപ 2 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു അട്ടിമറി വിജയം നേടിയെന്ന് പറയാവുന്നത് 2004-ൽ ലോനപ്പൻ നമ്പാടനും 2014-ൽ ഇന്നസെന്റുമാണ്. പക്ഷേ ഇത് രണ്ടും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം വിനിത മറക്കരുത്. 2004-ൽ പൊതുവെ UDFന് എതിർവികാരമുണ്ടായിരുന്ന സമയമാണ്. അന്നാണ് പത്മജ വേണുഗോപാലിനെതിരെ അട്ടിമറി വിജയം നേടി 1,00,000-ലധികം വോട്ടുകൾ നേടി അന്ന് ലോനപ്പൻ നമ്പാടൻ വിജയിച്ചത്. അതേസമയം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 2014-ലാകട്ടെ വേറൊരു സവിശേഷമായ സാഹചര്യമായിരുന്നു. ഇന്നസെന്റ് താരപരിവേഷത്തോടുകൂടി LDF ക്യാമ്പിൽ നിൽക്കുന്നു. അതേസമയം സിറ്റിംഗ് MP-യായ KP ധനപാലനെ തൃശ്ശൂരിലേക്ക് മാറ്റി അവിടുന്ന് സിറ്റിംഗ് MP-യായ PC ചാക്കോ ഇങ്ങോട്ട് മാറുന്നു. ഇത് സ്വാഭാവികമായും PC ചാക്കോ ദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തി അന്ന് ഇങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. ഇത് സ്വാഭാവികമായും അന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും കടുത്ത നീരസത്തിന് കാരണമാക്കിയിരുന്നു. ഇങ്ങനത്തെ വ്യത്യസ്തമായ 2 രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ മണ്ഡലം UDFന് കൈവിട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ 1,00,000-ൽ മേലെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം എന്നുള്ള ആത്മവിശ്വാസവും UDFനുണ്ട്. മറ്റൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രകടമാകും എന്നുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഉണ്ട്. സ്ഥാനാർത്ഥിക്കും അത് വളരെ ഉറച്ചു തന്നെയുണ്ട്. വേറൊരു കാര്യം, മണ്ഡലത്തിൽ സുപരിചിതനാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബെന്നി ബെഹനാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് എന്നതിനുപരിയായി അദ്ദേഹം പ്രാപ്യനായൊരു MP ആയിരുന്നു. മണ്ഡലത്തിലെ എല്ലായിടത്തും വളരെ ഏറ്റവും പെട്ടെന്ന്